സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. നിയമദേശീയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും നമ്മെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ഒരുക്കുവാനും ബലപ്പെടുത്തുവാനും ഒക്കെ പ്രതീക്ഷയിലും പ്രത്യാശയിലും ഒക്കെ ധൈര്യപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിനങ്ങൾ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തിന്റെ സ്തുതി സ്തോത്രം അർപ്പിക്കാം. ഏവരെയും ഹാർദവമായി ഈ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്ന സ്തുതികളും മധ്യ വാസം ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, യഹോവ ഈരേ, അപ്പൻ ഞങ്ങൾക്കെല്ലാം കരുതുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി, ഈ ദിനങ്ങൾ കർത്താവ് ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു. ലോകത്തിന്റെ അവസാനത്തോളം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളിച്ചതല്ലോ. ആ ക്രിസ്തു യേശുവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നന്മയും അനുഭവിക്കുവാൻ എല്ലാ നിലകളിലും പിതാവെ ഞങ്ങൾ ഒരുക്കി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിനായി സ്തോത്രം. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ശ്രോതാക്കളെ അനുഗ്രഹിക്കണമേ. അടിയനപ്പന്റെ കരത്തിൽ ബലപ്പെടുത്തുന്നവ ആത്മാവിലുള്ള കർത്താവ് നല്ല വചനങ്ങൾ അതിന്റെ പൊരുളുകൾ ദൈവാത്മാവിനെ വിവേചിച്ചറിഞ്ഞ് കർത്താവ് ഞങ്ങളത് പ്രാപിച്ച് ആ സ്വർഗീയ മഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരവും വഴികാട്ടി ഞങ്ങളുടെ നിത്യതയ്ക്കായി ഉറപ്പിക്കുന്ന അനുഭവത്തിലായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിന്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അന്ന് നാം ധ്യാനിച്ച ഭാഗത്തിലെ പ്രവാചകന്റെ പേര് എന്ത് എന്നതാണ് ചോദിച്ചിരുന്നത്. അതിനെല്ലാവരും മറുപടി നൽകി. ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. പ്രവാചകന്റെ പേര് സെഹരിയാവ് എന്നാണ്. പ്രത്യേകിച്ചും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തിയ എല്ലാവരെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ചിന്താ വിഷയം ദൈവത്തെ ശലിപ്പിക്കുന്ന വിശ്വാസവും പ്രവൃത്തിയും. വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കണം. ഇന്ന് നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുവാൻ കാണുവാൻ കഴിയുന്നില്ല. ഒന്ന് ചുറ്റുപാട് നോക്കിയേ, നമ്മിലേക്ക് നോക്കിയേ. ഇത്രയും വർഷങ്ങളായി നാം ദൈവത്തിൽ വിശ്വസിക്കും, പക്ഷെ അതിന്റെ ഔട്ട്കം, അതിന്റെ ഫലം, അതിന്റെ റിവാർഡ് നമുക്ക് അനുഭവിക്കുവാൻ കാണുവാൻ കഴിയുന്നുണ്ടോ? കാരണം വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കാത്തതാണ് ഫലം കാണുവാൻ കഴിയാത്തതിനുള്ള പ്രധാന കാരണം. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, വിശ്വാസത്തെ എന്തുകൊണ്ട് ഒരു വിശ്വാസി പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുന്നില്ല? കാരണം ഇന്ന് മനുഷ്യന് എല്ലാ തരത്തിലുള്ള വിഭവങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തെ പരിമിതികൾക്കുള്ളിൽ ജീവിച്ചിരുന്ന മനുഷ്യന് ഇന്ന് എല്ലാ വിഭവങ്ങളും നൽകപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഫെയ്ത്ത്, വിശ്വാസമുണ്ട് ദൈവത്തിൽ, പ്രവൃത്തിയിലേക്ക് അതിനെ വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അവനുണ്ടാകുന്നില്ല എന്നതാണ്. ഒരു കാലഘട്ടത്ത് വിഭവങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു, അല്ലെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിമിതി. അന്ന് മനുഷ്യൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതെന്താണ്? തങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ അവർക്ക് അതിന്റെ അത്ഭുതം, മിറക്കിൾ കാണുവാനായി സാധിച്ചു. അവർക്ക് അന്നൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ഇന്ന് സാക്ഷ്യമില്ലാത്ത ക്രൈസ്തവ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അനുഭവമാണ്. അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുന്നില്ല, ഫലം കാണുവാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഒരുപാട് ഞാൻ സൂചിപ്പിച്ച വിഭവങ്ങളുടെ നടുവിൽ ആധുനിക ക്രൈസ്തവൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ മനുഷ്യന്റെ ഉള്ളിൽ ഇന്ന് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അഭാവമുണ്ട്, ന്യൂനതകൾ കാണുന്നില്ല. എല്ലാ വിഭവങ്ങളും ബാഹ്യമായി ഉള്ളപ്പോഴും ആന്തരികമായി എവിടെയൊക്കെയോ ശൂന്യതകളും കുറവുകളും, സമാധാനമില്ലായ്മ, അസമാധാനം,
മക്കളുടെ ഭാവിയെ ഓർത്ത് ഇന്ന് മക്കളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത തലത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ശരിയായ ട്രാക്കിലൂടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വഴി നടത്തിയ ഗൈഡ് ചെയ്ത പാത്തിലൂടെ ഇന്നത്തെ തലമുറയെ നമുക്ക് വഴി നടത്തുവാൻ കഴിയാതെ പോകുന്നു അല്ലെ. അതിൽ നാം ഒരുപാട് ദുഃഖിതരാണ്. നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു ജീവിതമല്ല അവർക്ക് പലപ്പോഴും അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം വളരെയധികം ആശങ്കയുള്ളവരാണ്. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും എവിടെയൊക്കെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നില്ലേ, ശൂന്യത. അതിലുമൊക്കെ ഏറെയായി മാനസിക പിരിമുറുക്കം അല്ലെ, മെന്റൽ പ്രഷർ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് ആവലാതിപ്പെട്ട് ആശങ്കപ്പെട്ട് പ്രതീക്ഷയില്ലാത്തവരായി പ്രത്യാശ നഷ്ടപ്പെട്ടവരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ വിഭവങ്ങളും ഇന്ന് പുറമേയുണ്ട് ബാഹ്യമായി, പക്ഷേ ആന്തരികമായി എവിടെയൊക്കെയോ ഇറിറ്റേഷൻ, അസ്വസ്ഥരായ അനുഭവം, ജീവിതങ്ങൾ, അസ്വസ്ഥമാക്കപ്പെട്ട ജീവിതങ്ങൾ. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുക. അതായത് മേൽപ്പറഞ്ഞ ആന്തരികമായ ഇഷ്യൂസ് അല്ലെ, ഇത്രയൊക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളിൽ വിശ്വാസമുണ്ട് ദൈവത്തെ. നാം പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വീട്ടിൽ ആളുകളെ വിളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ നടക്കും, വിശ്വാസമുണ്ട്. പക്ഷേ ഈ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കാത്തതിനാൽ ഇന്ന് ഒരുപാട് ഇഷ്യൂസിന് മധ്യേ നാം ആയിരിക്കുക, ശൂന്യതയുടെ അനുഭവത്തിൽ നാം ആയിരിക്കുകയാണ്. ബൈബിളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുക, ഫലമുണ്ടാകും. വേദപുസ്തകത്തിൽ നിങ്ങളുടെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞത് രണ്ട് വ്യക്തികളുടെയാണ്. യേശുവിനെ അനുഗമിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു, സൗഖ്യം പ്രാപിക്കുവാൻ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു, യേശു സ്നേഹിച്ചവരുണ്ടായിരുന്നു, യേശുവിനെ ധാരാളമായി സ്നേഹിച്ചവരുണ്ടായിരുന്നു. പക്ഷേ അവരോട് ആരോടും പറയാത്ത രണ്ട് പേരോട് മാത്രമാണ് യേശുവിനെ പറയുവാൻ കഴിഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം വലിയത്. ഒന്ന്, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 13 വരെ വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ ശതാധിപനോട് യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്. എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അല്ലെ, ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞത്, നിന്റെ വിശ്വാസം വലിയത്. രണ്ടാമത്തേത് മത്തായി സുവിശേഷം 15-ാം അധ്യായം, ഇന്നത്തെ വേദഭാഗമാണ്, 21 മുതൽ 28 വരെ വായിക്കുമ്പോൾ കനാന്യ സ്ത്രീയോട് യേശു പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. ഇങ്ങനെ രണ്ട് വ്യക്തികളോട് പറയും. പക്ഷെ ഈ രണ്ട് വ്യക്തികളും യഹൂദ മതത്തിൽ ഉൾപ്പെട്ടിരുന്നവരല്ല, ഇവർ അന്യമതസ്ഥരായിരുന്നു, അന്യജാതിക്കാരായിരുന്നു. അതാണ് ഇതിലെ രണ്ടാമത്തെ പ്രത്യേകത എടുത്തു പറയാവുന്നത്. ഇതിൽ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് രണ്ടാമതായി പറഞ്ഞ സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞ കനാന്യ സ്ത്രീയെ കുറിച്ചാണ്. ഒരു പെൺമകളെ, തന്റെ മകളെ രക്ഷിക്കുവാനായിട്ട്, വിടുതൽ പ്രാപിക്കുവാനായിട്ട് യേശുവിനെ സമീപിക്കുന്ന ഒരമ്മ. തന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഈ അമ്മയ്ക്ക് നേരിടേണ്ടി വരുന്ന 3 തടസ്സങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി സാധിക്കും. ഒരു നന്മ, അടുത്ത തലമുറയെ രക്ഷിക്കുവാനുള്ള ഓട്ടത്തിൽ തന്റെ മുന്നിൽ നിന്ന 3 സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ലെ, 3 തടസ്സങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അനുഭവത്തിൽ ആയിത്തീരുകയാണ് ഈ അമ്മ. ഒരു സാധാരണ വ്യക്തിയാണ്, എടുത്തു പറയത്തക്ക കുലമഹിമയോ ജാതി മഹിമയോ ഒന്നും തന്നെ ഇല്ല അല്ലെ, അന്യജാതിക്കാരി. അവൾ തൻ്റെ മകളെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുമെന്ന വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ യേശുവിനെ സമീപിക്കുമ്പോൾ 3 തടസ്സങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ഒന്നാമത്തെ തടസ്സം മത്തായി സുവിശേഷം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ തടസ്സം ജീസസ് വാസ് സൈലന്റ് എന്നതായിരുന്നു. യേശുവിന്റെ നിശബ്ദത, യേശുവിന്റെ മൗനം. ജീവിതത്തിൽ നാം പ്രതീക്ഷയോടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ, യേശുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ യേശു മൗനമായിരുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്നത് കനാന്യ സ്ത്രീ,
വന്നത് തൻ്റെ മകൾക്ക് വേണ്ടി. ആവശ്യം തൻ്റെ മകൾ ഭൂതോപദ്രവം ബാധിച്ചിരിക്കുകയാണ്, അവിടെ സൗഖ്യമാക്കണം. യേശുവിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ദാവീദ് പുത്ര, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു എന്ന് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആവശ്യങ്ങൾ, ഇതുപോലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ മക്കളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ യാന്ത്രികമായി നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ആവർത്തിച്ച് യേശുവിനോട് പറഞ്ഞിട്ടും ഫലം കാണാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അല്ലെ? ആവർത്തിച്ച് പറഞ്ഞിട്ടും ഫലം കാണാതെ വരുന്ന സന്ദർഭങ്ങൾ. ചിലപ്പോൾ ഞാൻ പറയട്ടെ, വേദപുസ്തക അടിസ്ഥാനത്തിൽ എനിക്ക് പറയുവാൻ കഴിയും, ചിലപ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിശോധനയ്ക്ക് ഏൽപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഐ ഹാവ് ഫെയ്ത്ത് ഇൻ മൈ ജീസസ്. എനിക്ക് യേശു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തെ എൻ്റെ ദൈവം, ആ ദൈവം പരിശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്ന് പരിശോധന ചെയ്യുവാനായിട്ട്. അത് പ്യുവറാണോ? അത് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. സ്റ്റെഡിനെസ് ആണ്. അത് ഉറച്ച വിശ്വാസമാണ്. ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. ഈ ഗോൾഡ് വിൽക്കുവാനോ അതുപോലെ നമ്മൾ മാറ്റി വാങ്ങുവാനൊക്കെ പോകുമ്പോൾ അത് പരിശോധിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടത് അല്ലേ, ഇത് ഒറിജിനലാണ്. ഇതുപോലെ നമ്മുടെ വിശ്വാസം അത് യഥാർത്ഥമായതാണോ എന്ന പരിശോധനയ്ക്കായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. ഈ സ്ത്രീക്ക് ഉള്ളിൽ വിശ്വാസം കർത്താവിനോട് ഉണ്ടായിരുന്നതിനാലാണ് യേശുവിനെ സമീപിച്ചത് അല്ലേ? വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരികയില്ലായിരുന്നു. കാരണം ഇതുപോലെ അന്യജാതിപ്പെട്ട എത്രയോ രോഗികളുടെ അമ്മമാരുണ്ടായിരുന്നു, പക്ഷെ അവരാരും വരുന്നില്ല. ഈ സ്ത്രീക്ക് യേശു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് വന്നു. പക്ഷേ അതൊക്കെ ഒന്നാം ഘട്ടമാണ്. ഇത് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, അങ്ങനെ യേശുവിനെ സമീപിച്ച സ്ത്രീയുടെ വിശ്വാസത്തെ കർത്താവ് വീണ്ടും പരിശോധന ചെയ്യുകയാണ്. അത് അല്ലെ, നമുക്ക് ചിലപ്പോഴൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദൈവം, ഞാൻ ഇത്രത്തോളം വന്നില്ലേ, ഇത്രത്തോളം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നില്ലേ, ഇത്രത്തോളം ഞാൻ പരിശ്രമിച്ചില്ലേ അങ്ങയുടെ അടുക്കൽ വരുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, മഹത്വപ്പെടുവാൻ, സാക്ഷിക്കുവാൻ, എന്നിട്ടും എന്റെ വിശ്വാസത്തെ വീണ്ടും പരിശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അതിനുശേഷം ജയം കൈവരിച്ചാൽ മാത്രം എനിക്കൊരു നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? ഉൾക്കൊള്ളുവാൻ കഴിയുമോ? ബൈബിളിൽ രണ്ട് രീതികളിലുള്ള വിശ്വാസത്തെ കാണുവാനായി സാധിക്കും. ഒന്ന്, സാധാരണ വിശ്വാസം. ഈ സാധാരണ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നതിലേക്ക് മുന്നോട്ട് യാത്ര ചെയ്യുന്നില്ല. എന്തിനാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതിൽ മുന്നോട്ട് ഞാൻ തുടർന്ന് യാത്ര ചെയ്യുന്നില്ല. എനിക്ക് വിശ്വാസമുണ്ട്. I have faith in Jesus, but I am not interested to step forward in faith. വിശ്വാസ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുവാൻ ഞാൻ ഒരുങ്ങുന്നില്ല, താല്പര്യമില്ല. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഇത് സാധാരണ വിശ്വാസമാണ്. ഇനി രണ്ടാമത്തെ വിശ്വാസം, അത് വലിയ വിശ്വാസമാണ്, ഗ്രേറ്റ് ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിൽ തന്നെ തുടരുന്ന അനുഭവം. ഞാൻ വിശ്വസിച്ച് യേശുവിനെ സമീപിക്കുമ്പോൾ എനിക്ക് അവഗണന ലഭിച്ചാലും, യേശുവിൽ നിന്ന് നിശബ്ദത, മൗനം വന്നാലും, ദൈവം തനിക്ക് നൽകിയ മുൻ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക നിയമപ്രകാരം വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുന്നത്, പ്രവൃത്തിയിൽ തുടരുന്നതാണ് വലിയ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരു പെന്നിനായി, ഒരു പേനയ്ക്കായി ഞാൻ ദൈവത്തെ സമീപിക്കുകയാണ്. എനിക്കൊരു പേന വേണം. അപ്പൊ എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു എനിക്ക് തരും. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറും ഒക്കെ പഠിപ്പിച്ചതാണ്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ച യേശു ഒപ്പം തരും. യേശുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അപ്പൊ എനിക്ക് ടീച്ചറിലൂടെ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തോടെ വിശ്വാസം അർപ്പിച്ചിട്ട് യേശുവിന്റെ അടുക്കലോളം പോവുകയാണ്. യേശുവിനോട് പറയും, യേശുവേ എനിക്കൊരു പേന വേണം. ഇതുവരെ ഇത് ഒന്നാം ഘട്ടമാണ്, ഒന്നാം തരത്തിലുള്ള വിശ്വാസമാണ് സാധാരണ വിശ്വാസം.
അപ്പോ മറുപടി ലഭിക്കുന്നില്ല. ജീസസ് വാസ് സൈലന്റ്. യേശു ശാന്തനായിരിക്കുകയാണ്, ഒന്നും കിട്ടുന്നില്ല. പേന പോയിട്ട് ഒരു പെൻസിൽ പോലും കിട്ടില്ല. അപ്പൊ ഈ ഒരു അനുഭവത്തിൽ നമ്മുടെ സ്റ്റക്കായി നിൽക്കും. ഞാൻ പോയി, എനിക്ക് കിട്ടിയില്ല. ഞാൻ പോയി, എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ ഇപ്പോഴും ക്രൈസ്തവ കുടുംബത്തിലാണ്, ഞാൻ പള്ളിയിൽ പോകുന്നെല്ലാം ചെയ്തു, പക്ഷെ ഞാൻ പോയി, എനിക്ക് കിട്ടിയില്ല. ഇത് ഒന്നാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ് ഞാൻ പോയി, എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഞാൻ വീണ്ടും എന്താണ് യേശുവിനോടൊപ്പം ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശുവിനോടൊപ്പം യാത്ര ചെയ്യും. എന്റെ മുന്നിലെ തടസ്സങ്ങൾ, യേശുവിന്റെ മൗനത്തെ ഞാൻ ബ്രേക്ക് ചെയ്യും. ആമേൻ. യേശുവിന്റെ സൈലൻസിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് വരെ ഞാൻ യാത്ര ചെയ്യും. ഇതാണ് അത്. യാത്ര തുടരും, ഞാൻ പരിശ്രമിക്കും, ഞാൻ പ്രവർത്തിക്കും. ഇതാണ് രണ്ടാമത്തെ വലിയ വിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് ആ മൗനത്തിന്റെ രഹസ്യം അറിയണം. യേശു ശാന്തനായിരിക്കുന്ന രഹസ്യം അറിയണം. രഹസ്യം അറിഞ്ഞ് എന്നിൽ ക്രമപ്പെടുത്തലുകൾ വേണമെങ്കിൽ അത് ഞാൻ വരുത്തും, എന്നിലെ കുറവുകൾ വരുത്തും. ഞാനിത് പ്രാപിച്ചെടുക്കുന്നവരെ ഞാൻ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. എന്റെ പ്രവൃത്തി ദൈവത്തെ അന്വേഷിക്കുന്നത്, ദൈവത്തിന്റെ കരം പിടിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവം പറയുന്നത് അനുസരിക്കുന്നത്, ദൈവ വഴിയിൽ നടക്കുന്നത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് വിശ്വാസത്തെ പ്രവൃത്തിയുമായിട്ട് ഞാൻ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് വലിയ വിശ്വാസം. നമുക്കുണ്ടാകേണ്ടത് ഈ വലിയ വിശ്വാസമാണ്. ഈ കനാനിയ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് വലിയ വിശ്വാസം. യേശു അവളെ കുറിച്ച് പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ഇപ്പൊ ഒരു പുതിയ തോട്ട് നിങ്ങൾ കിട്ടിയല്ലോ. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അത് പ്രവൃത്തികളാൽ വെളിപ്പെടുത്തേണ്ട ഒന്നാണ്. അത് മൂടി വെക്കപ്പെടേണ്ട ഒന്നല്ല. എന്നിൽ വിശ്വാസമുണ്ട് ക്രിസ്തുവിൽ, പക്ഷെ അത് ഞാൻ മൂടി വെച്ചുകൊണ്ട് മൗനമായി ഞാൻ ഇങ്ങനെ എല്ലാ കാലവും എന്താണ് ജീവനില്ലാത്തതുപോലെ നടക്കുന്ന അനുഭവമല്ല. എന്റെ പ്രവൃത്തികളാൽ അത് പ്രഖ്യാപനം ചെയ്യണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചിന്ത യേശുവിന്റെ നിശബ്ദത, യേശുവിന്റെ മൗനം. രണ്ടാമത്തെ തടസ്സം മത്തായി സുവിശേഷം 15-23 വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ, യേശുവിന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു, അവർ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറയുകയാണ്. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ. രണ്ടാമത്തെ തടസ്സം ഈ കനാന്യ സ്ത്രീ നേരിടുന്നത് യേശുവിന്റെ ശിഷ്യന്മാർ നൽകിയ അവഗണനയായിരുന്നു. ദ റിജക്ഷൻ ഫ്രം ദ ഡിസൈപ്പിൾസ്. ഈ ശിഷ്യന്മാർ പറഞ്ഞതിന്റെ ഒരു പൊരുൾ എന്തെന്നറിയാമോ? യേശുവിനോട് പറയാണ്, ഇത് അവൾ വളരെ പറഞ്ഞൊരു വേയം എത്രയും, ഇത് അവൾ പുറകേന്ന് നിലവിളിച്ചുകൊണ്ട് വരികയാണ്, അതുകൊണ്ട് ഒന്ന് അവളെ പറഞ്ഞയക്ക് ഏതെങ്കിലും തരത്തിൽ. അപ്പൊ ഈ ശിഷ്യന്മാർ പറഞ്ഞതിന്റെ പൊരുളാണ്, അതൊരു സ്ത്രീയാണ്, ഇങ്ങനെ ഈ അതുപോലെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്, നമ്മെ പിന്തുടരുക. ഇത് ശരിയായ ഒരു രീതിയല്ല. അതും ഒരു അന്യജാതി സ്ത്രീ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ അവൾ നമ്മളെ പിന്തുടരുന്നത്, അത് നമുക്ക് ഉചിതമായ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. അല്ലെ, നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല. ചിലരൊക്കെ ഈ ദൈവാലയത്തിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അലമുറയിട്ട് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു സ്റ്റാറ്റസിന് ചേരാത്തൊരു പ്രാർത്ഥന ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, അല്ലെ, ഇങ്ങനെ വേണോ? ദൈവം മൗനമായിട്ട് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവമല്ലേ? ഇങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ നമുക്ക് ചിലപ്പോഴൊക്കെ? ചിലർ ഉറക്കെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിൽ മധ്യേ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, അതെന്തോ ഒരു ആരാധനയ്ക്ക് ഒരു സ്റ്റാറ്റസ്, ആലയത്തിന്റെ സ്റ്റാറ്റസിന് ഒരു കുറവ് വരുന്നു, നമ്മളൊക്കെ ഇത്രയും ഹൈഫൈ വീട്ടിൽ നിന്നൊക്കെ വന്നതാണ്, ഇങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ മതി, അല്ലെ? ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് കിടക്കുന്നില്ല, ചിന്തയിലേക്ക് മടങ്ങി വരാം. ആയതിനാൽ ശിഷ്യന്മാരുടെ കൺസേൺ ഒന്നുകിൽ അവൾക്ക് അവളുടെ ആവശ്യം നിറവേറ്റി പറഞ്ഞേക്കും, ഇല്ലെങ്കിൽ അവളോട് വീട്ടിൽ പോകാൻ പറയും. ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല, നീ പൊക്കൊള്ളുക. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ജീസസ് അങ്ങ് പറയണം. കാരണം അവൾ ഇനിയും നമ്മെ പിന്തുടരുന്നത് ശരിയല്ല.
അതായത് അവളുടെ ആവശ്യമല്ല, പകരം അവൾ പിന്തുടരുന്നത്, നിലവിളിക്കുന്നത് നിർത്തണം. ഇതാണ് ശിഷ്യന്മാരുടെ കൺസെപ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യഭാരങ്ങളുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ എപ്പോഴെങ്കിലും നാം അവഗണന നേരിട്ടിട്ടുണ്ടോ? നാമും ദൈവവുമായുള്ള ബന്ധത്തിനിടയിൽ ആരെങ്കിലും നമ്മെ അവഗണിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ചിലപ്പോൾ നമ്മോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്നവരാകാം, നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ സഹവിശ്വാസികളൊക്കെ ആകാം. ഈ ശിഷ്യന്മാരെ പോലെ നാം ദൈവത്തോട് ബന്ധപ്പെടുന്ന അനുഭവം അതിനിടയിൽ നിന്നുകൊണ്ട് നമ്മെ അവഗണിച്ച് അത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നവർ. ഇതുപോലത്തെ അനുഭവം ഉണ്ടാകാം. നാം ദൈവത്തിൽ നിന്ന് ഒരു നന്മ പ്രാപിക്കുവാനായിട്ട് നാം ചെല്ലുമ്പോൾ നമ്മെ ശ്രദ്ധയെ തിരിക്കുന്ന ഈ ലോകപ്രസ്ഥാനത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ട് നമ്മെ തടസ്സപ്പെടുത്തുന്നത്. ചിലപ്പോൾ ദൈവാലയത്തിൽ നാം ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിനിടയ്ക്ക് പ്രാർത്ഥന അവിടെ നിർത്തും, അല്ലെ പ്രാർത്ഥന തീരുകയാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണ രൂപം വരുന്നില്ല, ആരാധനയിൽ ഒരു പൂർണ്ണ രൂപം വരുന്നില്ല, പ്രസംഗത്തിൽ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നില്ല. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യുകയാണ്. അതായത് അത് നമുക്ക് കിട്ടുന്ന അവഗണനയാണ്. ഈ അവഗണന നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാർ നൽകിയ അവഗണന. മൂന്നാമത്തെ തടസ്സം മത്തായി സുവിശേഷം 15:26 വായിക്കുമ്പോൾ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് യേശു ഉത്തരം പറഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഷീ വാസ് അൺഡിസർവിങ് എന്നുള്ളതാണ്. അൺഡിസർവിങ്, അവൾ അർഹതയില്ലാത്തുള്ളത് തന്നെ ഒരു തടസ്സം. യോഗ്യതയില്ലാത്തവർ, അവർ വലിയ തടസ്സം. നമ്മൾ ചില ജോബിനൊക്കെ പോകുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ യു ആർ നോട്ട് എലിജിബിൾ, ഓക്കെ. അപ്പൊ ആ ലെവലിൽ തമ്മിൽ തള്ളിവിടുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാകും, അല്ലെ? ഇവിടെ അവളൊരു അന്യജാതിക്കാരിയാണ്, അവൾ പാപിയായിരുന്നു, അവളൊരു സ്ത്രീയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ യോഗ്യതയില്ലാത്തവൾ, അല്ലെ? ഇന്നും ലോകത്തിൽ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെയൊക്കെ ഉന്നമനത്തിനായിട്ട് സർക്കാർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാതലായ പ്രവർത്തനം. പക്ഷെ എന്നിട്ടും എവിടെയൊക്കെയോ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ സുരക്ഷിതരല്ലാത്തവരായി തീരുന്നില്ലേ? അവഗണിക്കപ്പെടുന്നില്ലേ? അവർ യോഗ്യതയില്ലാത്തവരായി അവർ മാറ്റപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ, സഭയിൽ, ദേശത്തിൽ, ജോലി സ്ഥലത്തൊക്കെ സ്ത്രീയെ ബലഹീന പാത്രമായി ഇന്നും മുദ്ര കുത്തിയിരിക്കുന്ന അനുഭവങ്ങൾ. എപ്പോഴെങ്കിലും നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നാം യോഗ്യതയില്ലാത്തവർ എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? ഐ എം നോട്ട് എ ഡിസർവ് പേഴ്സൺ, അല്ലെ? ഐ എം നോട്ട് എ എലിജിബിൾ പേഴ്സൺ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും യോഗ്യതയില്ലാത്തവർ തന്നെയായിരുന്നു. ഓൺസ് അപ്പോൺ എ ടൈം ഒരിക്കൽ നാം യോഗ്യതയില്ലാത്തവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കുവാനും ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുവാനും നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ്. മാത്രമല്ല, കർത്താവിനെ പിന്തുടരുവാനും യേശുവിന്റെ രക്തം നമ്മെ അതിനെ സഹായിക്കുകയാണ്. ദൈവം തന്റെ പുത്രനിലൂടെ, തന്റെ സ്വന്തം പുത്രന്റെ രക്തത്തിലൂടെ നമ്മെ നോക്കിക്കാണുന്നു. ആയതിനാൽ വേദപുസ്തകം പറയുന്നു, we all are eligible person in the sight of God. ദൈവത്തിന്റെ മുൻപിൽ നാം യോഗ്യതയുള്ളവരാകും. പ്രിയരെ, ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്, വലിയ വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കുന്നു. വലിയ വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കുന്നു. ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ, 3 തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് 2 കാര്യം. ഒന്ന്, തന്റെ വിശ്വാസത്തിൽ ഫോക്കസ് ചെയ്യുന്നു. 2, ആ വിശ്വാസത്തെ പ്രവൃത്തിയുമായിട്ട് തന്റെ തുടർച്ച കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഫോളോ ചെയ്യുവാനായിട്ട് അവളത് വളരെ വളരെ ശ്രദ്ധാലുവാകുന്നു എന്നുള്ളതാണ്. മറക്കരുത്, വലിയ വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കുന്നു. ഗ്രേറ്റ് ഫെയ്ത്ത് മൂവ്സ് ഗോഡ് എന്നുള്ളതാണ്. ഇവിടെ
ഞാൻ ഈ ഭാഗം വളരെ തറവായിട്ട് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ 6 കാര്യങ്ങൾ, ദൈവത്തെ ചലിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച 6 കാര്യങ്ങൾ ഈ സ്ത്രീയിലുണ്ടായിരുന്നു, കനാന്യ സ്ത്രീ. 1, അവൾ അവളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു എന്നതാണ്. കാരണം അവൾ അവളുടെ കാര്യത്തിന് വേണ്ടി ഒരു നീണ്ട മതപ്രാർത്ഥന, ഒരു റിലീജിയസ് പ്രെയർ അവൾ നടത്തുന്നില്ല. ഏറ്റവും ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്, അവളൊരു നീണ്ട പ്രാർത്ഥന, ഒരു മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുന്നില്ല അവളുടെ ആവശ്യത്തിന് വേണ്ടി. മറിച്ച് അതൊരു റിലീജിയസ് പ്രെയർ അല്ലെ? ഇന്ന് ഏറ്റവും കൂടുതൽ റിലീജിയസ് പ്രെയർ ആണുള്ളത്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നതാണ്, അല്ലെങ്കിൽ മതപരമായ പ്രാർത്ഥനകൾ. പക്ഷേ അവൾ ലളിതമായ പ്രാർത്ഥന കഴിക്കുകയാണ്. ആവശ്യത്തെ മാത്രം മുൻനിർത്തി ഒരു ഷോർട്ട് പ്രെയർ അവൾ അവിടെ നടത്തുകയാണ്. 15-ാമത്തെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥന ഇതായിരുന്നു: കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ കണ്ണടച്ചതെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവിക്കാൻ സാധിക്കും. കാരണം അവൾക്കൊരു അത്ഭുതം ആവശ്യമായിരുന്നു. She needed a miracle. അതുകൊണ്ട് കുഞ്ഞു പ്രാർത്ഥനകൾ കഴിക്കുകയാണ് വിശ്വാസത്തോടെ. അവളുടെ പഞ്ചേന്ദ്രിയങ്ങളെ അവൾ ഏകോപിപ്പിച്ചുകൊണ്ട്, ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് അവൾ ദൈവത്തോട് പറയുകയാണ്: കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്റെ ജീവിതത്തോട്, എന്റെ മകളോട് കരുണ തോന്നണം, എന്റെ കുടുംബത്തോട്. അല്ല, ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുക. ഇതൊന്നാമത്തെ, അവളുടെ കാര്യത്തിൽ അവൾ ശ്രദ്ധാലുവായിരുന്നു. 2, അവൾ താഴ്മയുള്ളവളായിരുന്നു. അല്ലെ, താഴ്മ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 15-ാം അധ്യായത്തിൽ 25-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവേ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു. ഞാൻ യോഗ്യയല്ല കർത്താവേ, അങ്ങ് എന്തെങ്കിലും നൽകിയാലേ ഉള്ളൂ. അടിയാൾ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സൃഷ്ടിതാവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ട് കൊടുക്കുന്ന, താന്ന് കൊടുക്കുന്ന ഒരു അനുഭവം. അവിടെ അഹങ്കരിച്ചു കൊണ്ട് നിൽക്കുന്നതല്ല, അല്ലെ, പരീക്ഷനെ പോലെ നിൽക്കുന്നതല്ല, ചുങ്കക്കാരനെ പോലെ താണു വീണ് താഴ്മ. അവളുടെ ഹൃദയത്തിന്റെ സ്ഥിതി താഴ്മയുള്ളതായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 3-ാമത്തെ സ്വഭാവം കനാന്യ സ്ത്രീയിൽ കാണുവാൻ കഴിഞ്ഞത്, അവൾ തീഷ്ണതയുള്ളവളായിരുന്നു. ഷീസ് ബിക്കം, നമുക്കത് ഫെർവെന്റ് എന്ന വേർഡ് യൂസ് ചെയ്യാം ഇംഗ്ലീഷിൽ, ഫെർവെന്റ്. ഇത് അവൾക്കുള്ളിൽ ഒരു ആത്മീയമായ, അവൾക്കുണ്ടായ ഒരു വികാരമല്ല, സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ല, മറിച്ച് ഒരു വലിയ ഉണർവ്, ഒരു റിവൈവലായിരുന്നു അവൾക്കുള്ളിൽ. റിവൈവൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും കർത്താവിന് മാത്രമേ തന്നെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ഉണർവ്, അത് സ്ട്രോങ് ആയിരുന്നു, ഒരു തീഷ്ണതയായിരുന്നു. അതിങ്ങനെ ഫയർ കത്തും പോലെ, അഗ്നി ഇങ്ങനെ കത്തുന്നത് പോലെ കത്തിക്കൊണ്ടേയിരുന്ന ഒരു അനുഭവമായിരുന്നു. ഒരു ഫോർമൽ ഫെയ്ത്ത് അല്ല പ്രിയമുള്ളവരെ. ഇന്ന് ഒരുപാട് വിശ്വാസികളുടെ ഫോർമൽ ഫെയ്ത്ത് ആണ്. കടമയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടിയുള്ള വിശ്വാസത്തിന്റെ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് വിശ്വാസ സമൂഹം. പക്ഷെ അവളുടെ തീഷ്ണമായ ഫെയ്ത്ത് ആയിരുന്നു, ഡീപ്പായിരുന്നു, സ്ട്രോങ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. 4-ാമത്തെ അവളുടെ സ്വഭാവം സാഹസികത ഉള്ളവളായിരുന്നു. കാരണം യേശുവിന്റെ നിരാശയുള്ള വാക്കുകൾ. യേശു പറഞ്ഞത് എന്താണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. തന്നെ ആശ്രയിച്ചു വന്ന ഒരു ആവശ്യക്കാരിയോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യേശു പറഞ്ഞത്. 2 പ്രാവശ്യം യേശു അത് ഉച്ചരിച്ചു. ഒന്ന് പറഞ്ഞു, ഇസ്രായേലില് കാണാതെ പോയ ആടുകളെ അടുക്കൽ അത്ര എന്നെ അയച്ചിരിക്കുന്നു. ജാതികളുടെ മധ്യേ, വിജാതി ആ കൺസെപ്റ്റ് യൂസ് ചെയ്തില്ല, വളരെ വളരെ ടെക്നിക്കലായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കും. പക്ഷെ എന്നിട്ട് കർത്താവ് യേശു പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടി ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. ഇത് പറയുമ്പോൾ വലിയ അവഗണനയാണ് കിട്ടുന്നത്. പക്ഷെ അത് തന്നെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. നോ, യേശു പറഞ്ഞതിന്റെ പൊരുൾ അവൾക്ക് മനസ്സിലായി, നോ എന്നതാണ്. പക്ഷെ ഇത് കേട്ടിട്ട് അവൾ റിസ്ക് എടുക്കുകയാണ്, സാഹസം കാണിക്കുകയാണ്. ഈ നിരാശ, യേശു അതൊന്നും കൺസേൺ അല്ല, ഞാൻ വന്നത് ഞാൻ സാധ്യമാക്കും. അവൾ നിരാശയുടെ വാക്കുകൾക്ക് മുന്നിലും നേടിയെടുക്കും എന്ന സാഹസികത കാണിക്കുകയാണ്.
എത്ര കഷ്ടപ്പെട്ടാലും, ആരവഗണിച്ചാലും, ആരെന്നെ റിജക്റ്റ് ചെയ്താലും, ആര് എനിക്കെതിരായി സംസാരിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അത് പ്രാപിച്ചെടുക്കും. കാരണം എനിക്കുള്ള വാഗ്ദത്തം അതാണ്. ദൈവം തന്റെ പുത്രനോട് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം അതാണ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കണം. ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് വാഗ്ദത്തമാണ് അല്ലെ? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും അവിടെ മതസ്ഥനില്ല, അന്യമതസ്ഥനില്ല അല്ലെ? ഏതൊരു മനുഷ്യനും വിശ്വാസമുണ്ടെങ്കിൽ നേടിയെടുക്കാനായി സാധിക്കും. നീ ഒരു മതാനുകൂലി ആയിരിക്കണമെന്നില്ല. നിനക്ക് അത്ഭുതത്തെ കാണുവാൻ, ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ നീ ഒരു മതപ്രസ്ഥാനത്തിൽ നിൽക്കണമെന്നതല്ല. നിനക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. യു നീഡ് എ ഗ്രേറ്റ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അതിൽ അവൾ റിസ്ക് എടുത്ത് നിൽക്കുകയാണ്. അവിടെയാണ് കനാന്യ സ്ത്രീയുടെ ജീവിതത്തിന്റെ വിജയം എന്ന് കാണുവാനായി സാധിക്കും. അഞ്ചാമത്തേത്, അവളുടെ ജീവിതത്തിൽ വിവേകമുള്ളവളായിരുന്നു. അന്യജാതിയിൽപ്പെട്ടവളായിരുന്നപ്പോൾ നല്ല ബുദ്ധിയും ജ്ഞാനവും ഉള്ളവളായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ വാക്കിന് ഉടൻ അവൾ മറുപടി നൽകുകയാണ്. നായ്ക്കളും മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ കർത്താവേ. ഓ, യേശുവിനെ ചലിപ്പിച്ച വിശ്വാസം അല്ലെ? ചില നുറുക്കുകൾ മതിയാകും. ഞങ്ങൾക്ക് നുറുക്കുകൾ മതിയാകും ദൈവമേ അല്ലെ? അത്ഭുതത്തിന്റെ ചില നുറുക്കുകൾ, പ്രകാശത്തിന്റെ ചില രശ്മികൾ മതിയാകും. ഒരു വലിയ സണ്ണിനെ ഞാൻ ചോദിച്ചില്ല. വലിയ സൂര്യന്റെ ഒരു കുഞ്ഞു പ്രകാശ കിരണം ഒരു കുഞ്ഞു ഹോളിലൂടെ എനിക്ക് ലഭിച്ചാൽ മതിയാവും. മേൽക്കൂരയിലൂടെ ഉള്ളിലേക്ക് വന്ന പ്രകാശ കിരണം, അത് മാത്രം മതിയാവും. അതാണ് ഈ അപ്പം നുറുക്കുകൾ എന്ന് പറയുന്നത്. അവൾ വിവേകമുള്ളവളായിരുന്നു. ഏറ്റവും ഒടുവിൽ അവൾക്കുണ്ടായിരുന്ന സ്വഭാവം ആരാധന മനോഭാവം ഉണ്ടായിരുന്നു. കാരണം യേശുവിനെ വീണ് നമസ്കരിക്കുകയാണ്. അവൾ യേശുവിനെ മനസ്സിലാക്കിയിരുന്നു, യേശുവിനെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾ അറിഞ്ഞ് വിശ്വസിച്ചത് കൊണ്ടാണ്, യേശുവിനെ അറിഞ്ഞ് വിശ്വസിച്ചത് കൊണ്ടാണ് ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ട് വിട്ടുമാറാതെ വിവേകത്തോടെ, ജ്ഞാനത്തോടെ, തീഷ്ണതയോടെ, സാഹസികതയോടെ, ആരാധന മനോഭാവത്തോടെ, താഴ്മയോടെ അവൾ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടെ അവൾ നിലകൊണ്ടത്, യേശുവിനെ സമീപിച്ചത്, യേശുവിൽ നിലകൊണ്ടത്. ഇത്രയും ആയപ്പോൾ യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, അതായത് നിന്റെ വിശ്വാസം പരിശോധന ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ 100% വിജയിച്ചിരിക്കുക. ഇനി നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. പരീക്ഷയിൽ വിജയിച്ചു 906 അല്ലെ? ആഭരണം അല്ലെ? അത് പ്യുവറാണ്. യെസ്, ഗ്രാൻഡഡ് അല്ലെ? കർത്താവ് സൈനിട്ട് കൊടുക്കുകയാണ്, നിന്റെ വിശ്വാസം വലിയത്. കർത്താവ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിച്ച് സൈൻ ഇടണം. അത് നമുക്കുണ്ടാകണം. നിങ്ങളുടെ വിശ്വാസത്തെ യേശു കർത്താവ് പരീക്ഷിച്ച് സൈൻ ചെയ്ത് തന്നിട്ടുണ്ടോ? യെസ്, ഗ്രാൻഡഡ്, യെസ്, അപ്രൂവൽ അല്ലെ? ഒരു അപ്രൂവൽ നമ്മൾ വാങ്ങണം, അംഗീകാരം വാങ്ങണം. എവിടെയാണോ കർത്താവിന്റെ അപ്രൂവൽ, അംഗീകാരമുള്ളത്, അവിടെ കർത്താവിന്റെ തുണയുണ്ടാകും, അസിസ്റ്റൻസ് ഉണ്ടാകും. ഗോഡ്സ് അസിസ്റ്റൻസ്, ഗോഡ്സ് അപ്രൂവൽ ഉള്ളിടത്ത് മാത്രമേ ഗോഡ്സ് അസിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഈ സംഭവത്തിൽ അതുപോലെ സംഭവിക്കുകയാണ്. ദൈവം അംഗീകരിക്കുക, നിന്റെ വിശ്വാസം വലിയത്, അപ്രൂവൽ. 2, ഗോഡ്സ് അസിസ്റ്റൻസ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ബൈബിൾ പറയുന്നു, ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. ആ നാഴിക മുതൽ അവളുടെ ഭൂതോപദ്രവം ബാധിച്ച മകൾക്ക് സൗഖ്യം വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുക. നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിച്ച് അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. 2, നമ്മുടെ വിശ്വാസം ദൈവത്തെ പ്രവൃത്തിയിലേക്ക് നയിക്കണം. അങ്ങനെയുള്ള വലിയ വിശ്വാസമാകണം നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ വിശ്വാസം ദൈവത്തെ പ്രവൃത്തിയിലേക്ക് ചലിപ്പിക്കണം, ഒരു പ്രവൃത്തിയിലേക്ക് ആനയിക്കണം. ആയതിന് കനാന്യ സ്ത്രീയിലുണ്ടായിരുന്ന 6 ഗുണങ്ങൾ നമുക്കുണ്ടാകണം. പ്രിയരെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ രക്ഷിക്കുവാൻ, ദേശത്തെ സഭയെ രക്ഷിക്കുവാൻ ഇപ്രകാരമുള്ള വിശ്വാസം നമ്മളുണ്ടാകണം. ഇന്ന് സഭയെടുത്താലും കുടുംബത്തെ എടുത്താലും നമ്മുടെ തലമുറയ്ക്ക് എടുത്താലും ഇന്ന്
ഒരു വശത്തു നിന്ന് നോക്കിയാൽ നാശത്തിന്റെ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ലെ? തലമുറകളൊക്കെ വേറൊരു വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വിശ്വാസ സമൂഹം അഭിമാനിക്കുന്നവരൊക്കെ വേറെ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെയൊക്കെ രക്ഷിപ്പാൻ, ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? കർത്താവേ, ദാവീദ് പുത്ര, അടിയനോട് കരുണ തോന്നണമേ, അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ ഭൂതോപദ്രവം ബാധിച്ച എൻ്റെ മകളെ പോലെ ഇന്ന് ഭൂതത്താൽ പിശാചാൽ ബാധിക്കപ്പെട്ട ക്രൈസ്തവ സഭ, ഈ ലോകത്തിലെ കുടുംബങ്ങൾ, വ്യക്തികൾ, ഇവരെയൊക്കെ അങ്ങ് സൗഖ്യമാക്കണമേ. ഈ ഒരു വലിയ പ്രേക്ഷിത ദൗത്യം ദൈവം ഇന്ന് നമ്മളെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവത്തെ സമീപിക്കാമോ? വിശ്വാസത്തോടെ പകുതിയിൽ വെച്ച് വിട്ടിട്ട് വരുന്നതല്ല. നിങ്ങളിത് ചെയ്യുവാനായിട്ട് മുൻവരുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. നിങ്ങളുടെ കൂടെ ആരാധിക്കുന്നവർ തന്നെ നിങ്ങൾ തടസ്സപ്പെടുത്തും. പക്ഷേ അതൊന്നും ഗണ്യമാക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യുക. വിവേകത്തോടെ, താഴ്മയോടെ, ആരാധന മനോഭാവത്തോടെ യു ക്യാൻ സീ ദ മിറക്കിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അപ്രൂവൽ നിങ്ങൾക്കുണ്ടാകും, അംഗീകാരം ഉണ്ടാകും, ദൈവത്തിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാകും, ദൈവത്തിൻ്റെ തുണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്രകാരമുള്ള നന്മകൾ ലഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മിലെ വലിയ വിശ്വാസം ഉണ്ടാകുമ്പോൾ ആരെയാണ് അത് ചലിപ്പിക്കുന്നത്? നമ്മിൽ വലിയ വിശ്വാസം രൂപപ്പെടുമ്പോൾ ആ വിശ്വാസം ചലിപ്പിക്കുന്നത് ആരെയാണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളെ സ്വാധീനിച്ചുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. ഇതൊരു സുവിശേഷ വേലയായിട്ട് കാണുക. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് മറ്റൊരു വചനം കേൾക്കട്ടെ, ദൈവത്തോടെടുക്കട്ടെ. നാം കാണുന്നില്ല, അറിയുന്നില്ല, പക്ഷെ അവർ ദൈവത്തോടെടുക്കട്ടെ, അതിന് മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ ഇവരെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നാളിലും ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ തക്കവണ്ണം സാധാരണ വിശ്വാസത്തെക്കുറിച്ചും വലിയ വിശ്വാസത്തെക്കുറിച്ചും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചത് നന്ദി പിതാവേ. കനാന്യ സ്ത്രീയിലുണ്ടായിരുന്ന വലിയ വിശ്വാസം ഞങ്ങളിൽ രൂപപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് മതി. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തിയുമായി ബന്ധിപ്പിച്ച് അങ്ങിൽ ആശ്രയം വെച്ചുകൊണ്ട് അങ്ങേ പിന്തുടരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അതിനാവശ്യമായ വിവേകം നൽകണമേ, ശ്രദ്ധ നൽകണമേ, ആരാധന മനോഭാവം നൽകണമേ, തീഷ്ണത നൽകണമേ, താഴ്മ നൽകണമേ. അങ്ങയുടെ ജീവിതാനുഭവത്തിൽ ദൈവം ഞങ്ങൾ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാഹസികത നൽകണമേ. ഈ തിരുവചനം ശ്രവിച്ച എല്ലാവിടുത്തെ മക്കളെയും കർത്താവായ യേശുവിന്റെ നാമത്തിനെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കാണുവാനാകണമേ, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി, മഹത്വത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൂടെ ഇന്നലെ ഈ ആഴ്ചയിൽ അത്ഭുതകരമായ ദൈവസാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നു തിരുക്കൃപയിൽ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകണം. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമീൻ. വിശ്വാസത്തിന്റെ ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, സമാധാന, സന്തോഷം നിങ്ങളെ വരും ഇന്നും എന്ന് സർവ്വതാ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. ആമീൻ. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ വലിയ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ജീവിതാന്ത്യത്തോളം വരെ അതിൽ നിലകൊള്ളാം. ദൈവത്തിന്റെ ആത്മാവിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.